ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ ആയിട്ട് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. സുന്ദരിയാന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് എടുത്ത് തന്ന ഡ്രസ്സാണ്, എൻ്റെ അമ്മ എടുത്ത ഡ്രസ്സാണ്. അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ്. സെലിബ്രേഷൻ എന്ന് പറയാനായിട്ട് വലിയ സെലിബ്രേഷനൊന്നുമില്ല, ഒരു കുട്ടി സെലിബ്രേഷനാണ്. കുട്ടി സെലിബ്രേഷൻ ഒന്നും പറയാനില്ല. ഞാനും അമ്മയും ഏട്ടനും മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഈ കൊല്ലത്തെ ബർത്ത്ഡേ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. പിന്നെ അപ്പം ഇന്ന് രാവിലെ തന്നെ പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ വന്നിട്ട് ഇപ്പോൾ കുളിക്കാൻ, ജോലി കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ടും കടല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് സദ്യ ഒന്നും ഉണ്ടാക്കണില്ല എന്നാണ് പ്ലാൻ ചെയ്തേക്കണത്. അമ്മയ്ക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഡ്യൂട്ടി നൈറ്റ് ആയിരുന്നു. അപ്പോൾ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. ബൈ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി പുട്ടും കടലക്കറി ചായയാണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് ബൈ. അങ്ങനെ അടിപൊളി പുട്ടും കടലക്കറിയും പപ്പടമൊക്കെ കൂട്ടി ഞാനും അമ്മയും ഏട്ടനും എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തകർത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഒരു റീലൊക്കെ എടുത്ത്, ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റീലൊക്കെ എടുത്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇനി ഫുഡൊക്കെ മേടിക്കണം. ഈ കൊല്ലത്തെ ബർത്ത്ഡേ ഞാൻ എൻ്റെ വീട്ടിലാണ് ആഘോഷിക്കുന്നത്. ഏട്ടൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ അമ്മ വർക്കിന് പോയ കാരണം അവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ ഈ കൊല്ലം ഇവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ കൊല്ലം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റത്തെ ബർത്ത്ഡേ ആയിരുന്നു, അത് അവിടെ ആഘോഷിച്ചു. അങ്ങനെ നല്ല മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പം ഞാൻ ബിരിയാണി മേടിക്കാനായിട്ട് പോവാണ് ഗൈസ്. അങ്ങനെ ചേട്ടൻ ഫുഡൊക്കെ കൊണ്ടുവന്നു. ഞാൻ ഫുഡൊക്കെ മേടിച്ചു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണി. അങ്ങനെ ഞാനും അമ്മയും ചേട്ടനൊക്കെ കൂടി ഇരുന്ന് ഏട്ടനൊക്കെ കൂടി ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ ഏട്ടനോട് പറഞ്ഞു നമുക്ക് എവിടേക്കിനും പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 4 മണി 5 മണി ടൈമിൽ ഞാൻ ഏട്ടനും പുറത്ത് പോയി ചായ കുടിക്കാനായിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചൂട് കടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഏട്ടനും പോയി ചൂട് കടിയൊക്കെ മേടിച്ചു. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം മഴയൊക്കെ നിന്ന് ആസ്വദിച്ച് സമൂസയും പരിപ്പ് വടയും ബജ്ജിയും ഒക്കെ മേടിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എനിക്ക് പറ്റാവുന്ന മാക്സിമം വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. സെലിബ്രേഷൻ എന്ന് പറയാൻ കേക്കൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഏട്ടൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഏട്ടൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരട്ടെ. അതുവരയ്ക്കും ബൈ.